മക്കളെ ഞങ്ങള് ഒരു നൈറ്റ് റൈഡിനൊരു ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അല്ല നമ്മൾ ബോട്ടൊക്കെ കിടക്കണില്ലേ, നമ്മള് പൊന്നാനി കടപ്പുറത്ത് കിടക്കുന്ന പോലെയാണ് ബോട്ട് മരുഭൂമിയിൽ കിടക്കുന്നത്. അതാ എൻ്റെ പകൽ വീഡിയോ ചെയ്യാൻ പറ്റുന്ന അറിയില്ല, നോക്കട്ടെ. ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടാ. എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ മൊബൈലിൻ്റെ എന്തിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ഇതെന്തത് അല്ല കുഴപ്പമില്ല. ഹലോ, അപ്പോൾ ഞങ്ങൾ ദിബ്ബയിലെ വേറൊരു സൈഡിലാണുള്ളത്. ആ കാണുന്നത് പാലൊന്നുമല്ല കേട്ടോ, അത് എന്താന്ന് പറയാ സാറേ ഒന്ന് പറഞ്ഞേ. കൺവെയർ ബെൽറ്റ് എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന്? 2-3 കിലോമീറ്റർ ഉണ്ടാവും തോന്നുന്നു. ഈ കല്ലും മണ്ണൊക്കെ എത്തിക്കുന്ന ഒരു പാലാണ് ആ കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് കഴിഞ്ഞ വർഷം അതേപോലെ ആശ്മിക്കാടെ വന്നിട്ട് നൗഫലൊക്കെ ഉള്ള സമയത്ത് വന്നിട്ട് നമ്മൾ ബോട്ടിങ്ങിലൊക്കെ പോയത്. അതിൻ്റെ വേറൊരു സൈഡാണ് കേട്ടത്. കടലാണ്, പക്ഷേ തിരയൊന്നുമില്ലാത്ത കടൽ, സൈലൻ്റായിട്ട് സൈലൻറ്റ് മൂഡിൽ. ഇത് രാത്രി ആയതുകൊണ്ടാണ് ആ കാണുന്ന ചെറിയ ലൈറ്റൊക്കെ കാണുന്നില്ലേ, ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ പോയിട്ട്. എന്താ മറ്റേ ഡൈവിങ്ങില്ലേ, എന്തേലും പറയാം, ഡൈവിങ് എന്താ പറയുമല്ലോ. ആ സാധനം. എന്താ പറഞ്ഞേ? തുടക്കാണ്ട് നിങ്ങൾ വീഡിയോ എടുക്കരുന്നു ക്ലാസ്. എന്തോ പ്രോഗ്രാം ഉണ്ട് തോന്നുന്നല്ലേ. ഏരിയ എപ്പോഴും തന്നെ രസം കേട്ടോ, എന്ത് ഭംഗിയല്ലേ. ലൈറ്റ് കുറവ്. ഇതെന്താ ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ? ഇത് ഷാർജയുടെ സ്ഥലമാണത്. അല്ല ഇങ്ങനെ ലൈറ്റേ ഇത് ഫുള്ള് ഗവൺമെന്റിന്റെ ബിൽഡിങ്ങുകളാണ്. ഈ സൈഡില് റൈറ്റ് സൈഡില് അങ്ങനെ അവര് ഇച്ചിരി ആർഭാടക്കാരല്ല. എപ്പോഴും ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടുണ്ടാവും ഇവിടെ നൈറ്റില്ലേ. നമ്മുടെ സ്ഥലത്തേക്ക് കിടക്കുമ്പോൾ പറയാം അതിന്റെ മാറ്റം എന്താണ്.